ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞത് ഇതാണ്: ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും മൂല്യമുള്ളതായി കാണുന്ന സമ്പത്താണെന്നും ആ സമ്പത്ത് ആരാണോ ഓണർഷിപ്പ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അവൻ മുതലാളിയും അവൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ കീഴാളനും തീരെ വില കുറഞ്ഞ ആളുകളും. ഈ ഒരു കോൺസെപ്റ്റാണ് ലോകം മുഴുവനുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ്. പക്ഷേ അള്ളാഹു ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അതങ്ങനെയല്ല എന്ന് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ മആരിജിൻ്റെ ആരംഭത്തിലുള്ള 12, 11, 12 ആയത്തുകളുണ്ട്. ഈ ആയത്തിൽ പഠിച്ചവൻ പറയുന്നത്, മഹ്ശറയിൽ പോയി നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നുമല്ലായിരുന്നു നീ ഇത്രയും നാളും ജഡ്ജ് ചെയ്തതും നീ വാല്യുബിളായി കണ്ട പലതും ഒന്നുമല്ലായിരുന്നു, മറിച്ച് നീ ആ കെട്ടിപ്പൂട്ടി വെച്ചതും നെഞ്ചോട് ചേർത്ത് വെച്ചതും ട്രേഡ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു രംഗം. അതാണ് കൃത്യമായിട്ട് ആ ആയത്ത് നമ്മളെ കാണിച്ചു തരുന്നത്. ഈ ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, അത് എൻ്റെ എന്ന വാക്ക്. എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, നമ്മുടെ ശരീരത്തിലെ ബോഡി പാർട്സ് ആണെങ്കിൽ പോലും എൻ്റെ കാല്, എൻ്റെ കൈ, ഇങ്ങനെ എൻ്റെ എന്ന് ചേർത്ത് വെക്കുന്ന ഒരു വേർഡുണ്ട്. ഈ മനുഷ്യൻ ജീവിക്കുന്ന പലപ്പോഴും ഈ എൻ്റേതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. നോക്കൂ, നമ്മൾ ഈ ആയത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു അവിടെ നമ്മളെ ഒരു പിക്ചർ ചെയ്ത് കാണിക്കുന്നുണ്ട്. യവദ്ദുൽ മുജ്രിമു, അവിടെ ഇൻസാൻ എന്ന പദം പോലും ഉപയോഗിക്കാതെ മുജ്രിമ് നിൽക്കുന്ന ദിവസം, യവദ്ദുൽ മുജ്രിമ് കൊതിച്ചു പോകും, ആഗ്രഹിച്ചു പോകും എന്ന് പറഞ്ഞാണ് ആ ആയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ മുജ്രിമ് എന്ന് പടച്ചവന് വിളിക്കേണ്ടി വന്നത്? ഒരു ഒരു ഇൻസാൻ അവൻ മുജ്രിമായി മാറുന്നത് അവൻ ഈ ലോകത്തെ കണ്ടതിൻ്റെ അവൻ്റെ കാഴ്ചപ്പാടൊക്കെ ഒരുപാട് വ്യത്യസ്തമായിരുന്നു. കാരണം അവന് ഒന്നാമത് ദൈവം, ഉടമസ്ഥൻ എന്ന് പറഞ്ഞ സൃഷ്ടാവ് എന്ന് പറഞ്ഞൊരു സംഗതിയിൽ നിന്നും ഒരുപാട് വിദൂരെയാണ്. ഇനി അവൻ അതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സാമട്ടിൽ എന്തിനോ വേണ്ടിയൊക്കെയാണ് അവനത് ആ ഒരു മതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവൻ കൂടുതലും വാല്യൂ ആയി കണ്ടത്, മൂല്യമായി കണ്ടത് അവൻ്റെ സമ്പത്താണ്. അത് നേടുന്നതിന് വേണ്ടി അവൻ ഏതറ്റവും വരെ പോകും, അത് കളക്ട് ചെയ്യുക, അതിനെ ഇങ്ങനെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ വിചാരം. പിന്നെ അത് മാത്രമല്ല അവൻ്റെ ഫാമിലി ലൈഫും. അങ്ങനെ അവനുമായി ബന്ധപ്പെട്ട അവൻ്റെ കുടുംബം, സഹോദരങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും വലിയ സ്വത്തുക്കളായി മനുഷ്യർ കണ്ടത്. ഈ കാഴ്ചപ്പാട് അവനെ മുജ്രിമാക്കി മാറ്റി. കാരണം പരലോകം എന്നതും മരണാനന്തര ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന വേദിയിൽ അവൻ തീരെ എത്താറേയില്ലായിരുന്നു എന്ന് മാത്രമല്ല, അവൻ സത്യത്തിൽ നിന്നും ഒരുപാട് വിദൂരം പോവുകയും ഒരുപക്ഷെ അവൻ ദൈവത്തെ തന്നെ, അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ഒരു റേഞ്ചിലേക്ക് അവൻ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു പിക്ചറാണ് നമ്മളെ ഈ ആയത്തുകൾ കാണിച്ചു തരുന്നത്. യവദ്ദുൽ മുജ്രിമു, ഒരു പാപിയായ വ്യക്തി കൊതിച്ചു പോകും. ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബി ബനീഹി. കണ്ടോ, അന്നത്തെ ദിവസം അള്ളാഹു പ്രായശ്ചിത്തമായി എടുത്തിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ആരെയാ? എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ബി ബനീഹി, തൻ്റെ മക്കളെ. കണ്ടോ, ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് മക്കൾ. ആ മക്കൾക്ക് വേണ്ടി പോലും ജീവിതം മാറ്റിവെച്ച പാരൻസൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പോയി ഒരു മനുഷ്യൻ പറയുകയാണ്, എൻ്റെ മക്കളെ അള്ളാഹു, ഞാനാണല്ലോ അവരെ വളർത്തി ഒരു കരിയറൊക്കെ ബിൽഡപ്പ് ചെയ്തെടുത്തത്, അവരെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് എന്നെ വിടാമോ? കാരണം ആദ്യമായി മനുഷ്യൻ ട്രേഡ് ചെയ്യുകയാണ്, അള്ളാഹുവിനോട് ബാർഗെയിൻ ചെയ്യുകയാണ്. ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ മക്കളെ വെച്ചിട്ട്, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞതിനെ വെച്ചിട്ട് എന്നെ വിടാമോ എന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തത് വസ്വാഹിബത്താണ്. വസ്വാഹിബത്തിഹി, എൻ്റെ ഭാര്യയെ. ഖുർആനിൽ ഭാര്യ എന്നതിന് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, 3-4 വേർഡുകൾ പറയുന്നുണ്ട്. ഇമ്രാത്ത് എന്ന് പറയും, സ്വാഹിബത്ത് എന്ന് പറയും, സൗജെന്ന് പറയും. ഈ ഭാര്യ ഭർത്താവ് എന്നൊരു പ്രയോഗം ഒരിക്കലും നമുക്ക് അറബിയിൽ കാണാൻ കഴിയില്ല, ഖുർആനിൽ കാണാൻ കഴിയില്ല.
ഭാര്യ എന്നാൽ ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവനും ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവെന്നും. ഇതൊരു ഭാരതീയ സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സൗജ് എന്നൊരു കോൺസെപ്റ്റാണ്. അത് ഭാര്യ ഭർത്ത ബന്ധത്തിലെ ഏറ്റവും സൂപ്പർലെറ്റീവായ തലമാണ് സൗജ് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് മാനസികവും ശാരീരികവുമായ അറ്റാച്ച്മെൻ്റുള്ള പ്രണയമുള്ള അവസ്ഥയ്ക്കാണ് സൗജ് എന്ന് പറയുക. പ്രവാചകന്മാരുടെ ഭാര്യമാരെ വിളിച്ചൊക്കെ പറയുമ്പോൾ യാ അയ്യുഹൻ നബിയു ലിമ തുഹരിമ അസുവാജക്ക എന്ന് പറയുന്നത്, യാ ആദമുസ്കുൻ അന്ത വ സൗജുക്കൽ ജന്ന, ഓ ആദമേ നിൻ്റെ സൗജുമായി നീ സ്വർഗത്തിൽ കയറുക എന്നുള്ളത്. എന്നാൽ അതിന് തൊട്ട് താഴെയുള്ളൊരു പ്രയോഗമുണ്ട് ഇമ്രാത്ത് എന്ന് പറയുന്നത്. അവിടെ മാനസികമായ അടുപ്പമില്ല, മറിച്ച് ശാരീരികമായി മാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ട്. മാനസികമായി ഒരു തമ്മിൽ പ്രണയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസുകൾ അവിടെയുണ്ട്. അത് നൂഹ് നബിയുടെ ലൈഫ് നോക്കിയാണ്. 950 വർഷം നിന്ന നൂഹ് നബിക്ക് കൂടെ കിടന്ന ആ സ്ത്രീ ഒരിക്കലും എന്ത് ചെയ്യാൻ നൂഹ് നബിയുടെ ആശയത്തെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമ്രാഅത്ത് നൂഹ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫിറഔനും ആസിയ റളിയല്ലാഹുവിനെയും തമ്മിൽ കടലും കരയും പോലെ അവരുടെ ലൈഫ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇമ്രാഅത്ത് ഫിറഔൻ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇമ്രാഅത്ത് ലൂത്ത് ഒരുപാട് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അബൂലഹബിൻ്റെ ഭാര്യയാണെങ്കിലും അത് തന്നെയാണ്. വംറഅത്തുഹു ഹമ്മാലത്തുൽ ഹത്തബ്. ജീവിതകാലം മുഴുവനും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇസ്ലാമിനെ എങ്ങനെ തകർക്കാമെന്ന് പറഞ്ഞാണ് ജീവിച്ചത്. അവർക്കിടയിൽ അവർ ജീവിക്കാൻ മറന്നുപോയി. എന്നാൽ ദുനിയാവിലെ ഈ 2 ടൈപ്പ് ജീവിതം ഉണ്ടെങ്കിൽ മൂന്നാമത് മറ്റൊന്നുണ്ട്. മാനസികമായിട്ടും ബന്ധമില്ല, ശാരീരികമായിട്ടും ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. അവളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അവൻ്റെ വിഷയത്തിൽ എനിക്ക് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റോ ഉത്തരവാദിത്വമോ ഒരു കെയറിങ്ങോ റെസ്പോൺസിബിലിറ്റിയോ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഇങ്ങനെയും ജീവിതമുണ്ട്. കല്യാണത്തിനൊക്കെ വെറുതെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കും ആളുകളുടെ മുമ്പിൽ, പക്ഷേ അവർ തമ്മിൽ സെപ്പറേറ്റ് കിടക്കും, സെപ്പറേറ്റ് ഭക്ഷണം കഴിക്കും, യാത്ര പോകില്ല. അങ്ങനത്തെ ബന്ധങ്ങളുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവർ. ഇതാണ് സ്വാഹിബത്ത് എന്ന് പറയുന്നത്. ഇവിടെ പടച്ചോൻ ഉപയോഗിച്ച പദം അതാണ്. സൗജ എന്താണ് അവൻ പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ ആ സമയത്ത് അവൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് സ്വാഹിബത്താണ്, അവൻ്റെ ഭാര്യ. ഇത്രയും നാൾ ഒരുപക്ഷെ അവന് സൗജാകാം, ഇമ്രാത്താം, പക്ഷേ ഇപ്പോൾ അവന് സ്വാഹിബത്തായി മാറി. എന്താണ് ഈ എൻ്റെ നേരെ വരുന്ന തീഗോളം ഞാൻ ജസ്റ്റ് മാറിയപ്പോൾ അത് അവളുടെ നെഞ്ചത്ത് കൊണ്ടു, ഓ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു തരം മാനസികാവസ്ഥ. അവിടെയാണ് പടച്ചവനോട് ഇയാൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മക്കളെ ഒന്നല്ലെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ എടുക്കുക, അല്ലെങ്കിൽ വാഹീഹി എൻ്റെ രക്തബന്ധു എൻ്റെ സഹോദരനെ എടുക്കുക. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇവരൊക്കെ എടുത്തിട്ട് എന്നെ വെറുതെ വിടാമോ? 4-ാമത്തെ ഫസീലത്തഹില്ലത്തി തുവീഹി, കുടുംബത്തെ മൊത്തം എടുത്ത് പടച്ചവന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ കുടുംബം എന്ന് എനിക്ക് വേണ്ടപ്പെട്ടതാണ്. കുടുംബത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് മാതാപിതാക്കളുണ്ട്, സഹോദരന്മാരൊക്കെ എല്ലാവരും ഉണ്ട്. ആ അടങ്ങുന്ന അതിന് മൊത്തം ഇതൊന്നും നടപടിയുള്ള കേസല്ല, പക്ഷെ പറയുകയാണ് ഇതിനെയൊക്കെ പ്രായശ്ചിത്തമായി പടച്ചവനെ എടുത്തിട്ട് എന്നെ വിടാമോ? നോക്കൂ, ഇതൊക്കെ ഒരു ജീവിച്ചിരുന്നപ്പോൾ ഒരു മനുഷ്യൻ എത്രത്തോളം വാല്യൂ കൊടുത്ത ഒന്നാണ്. അതിനെയാണിപ്പം നിസ്സാരമായിട്ടെടുത്ത് അവിടെ കൊണ്ട് വയ്ക്കുന്നത്. 5-ാമത് ഇതാണ് അവൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പറച്ചിലാണ്, വമൻഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും വെക്കാമോ? ഒരിക്കലും സാധിക്കത്തില്ലല്ലോ. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും പ്രായശ്ചിത്തമായി വെച്ചുകൊണ്ട് എന്നെ ഇതിൽ നിന്നും വിടാമോ? എന്നെ വിട്ടുകളയാമോ? സുമ്മ യുഞ്ചി എന്ന് പിന്നെ എന്നിട്ട് പറയാണ്, സുമ്മ പിന്നീട് അവൻ യുഞ്ചി രക്ഷപ്പെടുമെന്ന്, വിജയിക്കുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ പടച്ചവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പടച്ചവൻ ഇതിന് പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല. കല്ല എന്നാ പറയുക, അല്ല, ഇതൊന്നും നടക്കുകയില്ല. കാരണം നിൻ്റെ ജീവിതവും നിൻ്റെ വാദങ്ങളും നിൻ്റെ ആശയങ്ങളൊക്കെ ഇങ്ങനെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയില്ലായിരുന്നു. നീ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് നിരത്തിയ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, അതിനെ കൂട്ടുന്നതിന് വേണ്ടി, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ജീവിച്ചവനാണ് നീ. അള്ളാഹുവിനെ ചേർത്ത് പിടിക്കേണ്ട, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ഫോളോ ചെയ്യേണ്ട വിഷയത്തിലും നീ ഒരുപാട് ബഹുദൂരം പിന്നോട്ട് പോയവനാണ് നീ. അതുകൊണ്ട് ഇന്ന് വന്ന് നീ ഇതെല്ലാം എനിക്ക് തരാം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? കല്ല, അല്ല, അങ്ങനെ അല്ല. ഇന്നഹ ലവാ, ഒരു നരകത്തെ പഠിച്ചവൻ പരിചയപ്പെടുത്തി കൊടുക്കണം. തീർച്ചയായും ലവാ, അത് കത്തി എരിയുന്ന, കത്തി ആളുന്ന ഒരു നരകമാണ്. അവിടെ പഠിച്ചവൻ പറയുകയാണ് നസാഅത്തൻ ലിശവ, വല്ലാത്തൊരു പ്രയോഗമാണ്. നസാഅത്ത് എന്ന് ഉരിക്കുക, ഷവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷവായി ചിക്കൻ കേട്ടിട്ടില്ലേ?
ഇതിൽ നിന്നുണ്ടായ പദമാണ്. ഷവായി ചിക്കൻ എന്താണ്? അതിൻ്റെ സ്കിന്ന് പുറംതൊലി ഉരിച്ചു കളയും, എന്നാൽ അകത്തെ തൊലി നിലനിർത്തുകയും ചെയ്യും. ഇത് തന്നെയാണ് ഷവ എന്ന് പറഞ്ഞാൽ തലയുടെ തലച്ചോറ് മുടി, ആ തോല് പൊളിച്ച് കളയും. കുറച്ച് തൊലി ഷവായി പോലെ ഉള്ള രൂപത്തിൽ മനുഷ്യനെ തൊലി ഉരിച്ച് നരകത്തിലോട്ട് വിടും. നരകം പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, പക്ഷെ ജീവിതത്തിൽ അലർട്ടാണ് പ്രധാനം. അത് വെറും അലമ്പായി ജീവിച്ച ആളുകൾക്ക് അവിടെ എത്തുന്നതിന് മുമ്പുള്ള വാണിംഗ് ആണിത്. തദ്ഉമൻ അദ്ബറ വതവല്ല. അത് ആരെയാണ് വിളിക്കുന്നത്? എല്ലാ മനുഷ്യരെയും ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. ജീവിച്ചിരുന്നപ്പോൾ ദൈവിക വിഷയത്തിൽ സത്യത്തിൽ നിന്നും അദ്ബറ പിന്നോട്ട് പോവുകയും വതവല്ല പിന്തിരിഞ്ഞു പൂർണ്ണമായും നിഷേധിച്ച് വേണ്ടാന്ന് വെച്ച് പോവുകയും ചെയ്ത ആളുകൾക്കാണ് ഇങ്ങനൊരു അവസ്ഥ വരാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വിഷയം ഇതിനോട് കണക്റ്റ് ചെയ്യാനുള്ള കാരണം, ഇവരുടെ ലൈഫിൽ ഇവർ വലുത് എന്ന് കണ്ടത് ഇവരിന്ന് ഒന്നുമല്ല എന്ന്, ഒന്നുമല്ല അള്ളാഹുവിന് മുമ്പിൽ അത് വെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്രയും ഉള്ളൂ ഈ സാധനം എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് പറഞ്ഞത്. അതിനുശേഷം അള്ളാഹു പറയുന്നു വജമഅ ഫഔഅ. അവർക്ക് വേറൊരു ഗുണവും കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വജമഅ, അവർ സമ്പത്ത് ഒരുമിച്ച് കൂട്ടി. സമ്പത്താണല്ലോ ഏറ്റവും വലുത്, അതുള്ളവനാണല്ലോ ഏറ്റവും വലിയ വാല്യൂ ഉള്ളവൻ എന്ന് ജഡ്ജ് ചെയ്തത്. ആ ജമഅ സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടുകയും ഫഔഅ അതിനെ സൂക്ഷിച്ച് പുറത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ അതിൻ്റെ ആ ഒഴുക്കിനെ തടഞ്ഞിട്ട് അവൻ്റെ കസ്റ്റഡിയിൽ കൂട്ടിവെക്കുകയും ചെയ്തു. ഇസ്ലാമിലെ സക്കാത്ത് സദക്ക എന്ന് പറയുന്ന സിസ്റ്റമൊക്കെ വെച്ചിരിക്കുന്നത് തന്നെ സമൂഹത്തിൽ 8 വിഭാഗം പാവപ്പെട്ട ആളുകളുണ്ട്. ഒരിക്കലും ആ പാവപ്പെട്ട ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് പാവപ്പെട്ടവരായതല്ല, ഉണ്ടാവും. പക്ഷേ അള്ളാഹു കൊടുത്ത പരീക്ഷണമാണ്. പല രീതിയിൽ പരീക്ഷിക്കുമ്പോൾ അവരെയാണ് പഠിച്ചവൻ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി ഇരയാക്കപ്പെട്ടവർ. പക്ഷേ അവരെ സഹായിക്കേണ്ടത്, ആ 8 വിഭാഗം ആളുകളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് സമൂഹത്തിൽ സമ്പത്ത് നൽകപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്പത്തിനെ അവൻ മനസ്സിലാക്കേണ്ടിയിരുന്നത്, ഇത് ഞാനല്ല ഇതിൻ്റെ മിൽക്കിയത്ത്, ഓണർ എന്ന് പറയുന്നത് ഞാനല്ല, ഇത് റബ്ബ് എനിക്ക് നൽകിയ ഗിഫ്റ്റാണ്. ഇതിൻ്റെ കൃത്യമായ സക്കാത്തും സദക്കയൊക്കെ ഞാൻ കൊടുക്കണം. അങ്ങനെ എന്നെ തന്നും അവരെ കൊടുക്കാതെയും പരീക്ഷിച്ചപ്പോൾ പരീക്ഷണത്തിലെ ഒരു പരീക്ഷണ വസ്തുവായിരുന്നു എന്ന് ഞാൻ അതിനെ മനസ്സിലാക്കേണ്ടതിന് പകരം വജമഅ ഫഔഅ അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുകയും അതിൻ്റെ വളർച്ച കണ്ട് രസിക്കുകയും ചെയ്തിരുന്നപ്പോൾ അവസാനം എന്ത് സംഭവിക്കുന്നു? ഇതിനെ എല്ലാം കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. ഇത് മനുഷ്യരുടെ ഒരവസ്ഥയായിട്ട് സൂറത്തുൽ മആരിജ് നമ്മളെ കാണിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതല്ല, അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് എന്ന് കാണിച്ച, അങ്ങനെ ജീവിച്ച മഹാരഥന്മാരായ ആളുകളും നമുക്ക് മുമ്പിലുണ്ട്. ഇനി ദുൽഖഅദ് മാസവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മദീനത്ത് ഏറ്റവും മദീനയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബൈറുഹ എന്ന് പറയുന്നൊരു ഈത്തപ്പഴത്തോട്ടമുണ്ട്. നല്ല മുന്തിയ ഇനം ഈത്തപ്പഴവും, അത് മാത്രമല്ല അതിനകത്തൊരു കിണറും, ശുദ്ധജലമുള്ള ഒരു കിണറിനൊക്കെ അന്നത്തെ കാലത്ത് വലിയ ഡിമാൻഡാണ്. ഇതൊക്കെയുള്ളൊരു തോട്ടം. സൂറത്ത് ആൽ ഇമ്രാനിലെ ലൻ തനാലുൽ ബിർറ എന്ന ആയത്ത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥതയെ. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് ആ തോട്ടത്തെ തന്നെ ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന് മുന്നിൽ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടതിനെ വിട്ടുകൊടുക്കാൻ പ്രയാസമില്ലാത്ത ആളുകളും നമുക്കിടയിലുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, റോമ എന്ന് പറയുന്ന കിണർ, ആ വേറെ സംഭവം നമുക്കറിയാവുന്നതാണ്. ആ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വിട്ടുകൊടുത്തു. ജൂതൻ അതിൻ്റെ വിലയ്ക്ക് അതിന് കുടിവെള്ളം വിറ്റപ്പോൾ. ഇന്നും മദീനത്ത് ആ കിണറുണ്ട്, ബിഅറു ഉസ്മാൻ എന്ന പേരിൽ. അദ്ദേഹത്തിൻ്റെ ത്യാഗാത്മകമായ ഓർമ്മകൾ, വലിയ ഔദാര്യത്തെ വിളിച്ചുണർത്തുന്ന ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായിട്ട് ആ കിണർ ഇന്നും മദീനത്തുണ്ട്. ഇതൊക്കെ സമ്പത്താണ് ജീവിതത്തിൽ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവിടെ വേറൊരു വ്യക്തിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയാണ്. ഇബ്രാഹിം നബിയെ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ അള്ളാഹു പേര് തന്നെ മാറ്റി ഖലീലുല്ലാഹ്,
അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന പേരാക്കി. എന്താണ് അങ്ങനെ ആക്കാൻ കാരണം? ഏറ്റവും പ്രിയപ്പെട്ടതിനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ നോക്കി തൗഹീദ് മുൻനിർത്തി അതിന് പിന്നിലാണ് ബാക്കി ഏത് പ്രിയപ്പെട്ടതും എന്ന കാഴ്ചപ്പാടിലെത്തിയത് കൊണ്ടാണ്. നോക്കൂ, സൂറത്ത് സ്വാഫാത്തിൻ്റെ 100 മുതലുള്ള ആയത്തുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം വിശദീകരിക്കുന്ന കാണാൻ പറ്റും. ഇബ്രാഹിം നബി ചോദിക്കുന്നത് റബ്ബി ഹബിലി മിന സ്വാലിഹീൻ. ഇസ്മായിൽ നബിയായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിൽ ആദ്യം ചോദിക്കുന്നത് റബ്ബി ഹബിലി മിന സ്വാലിഹീൻ. അതിനകത്ത് ഒരിക്കലും പഠിച്ചവനെ നീ എനിക്കൊരു കുട്ടിയെ തരാമോ എന്നൊന്നും അതിന് അല്ല. റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഏറ്റവും മെയിൻ ഒരു കുട്ടിയെ കിട്ടുന്നതിന് അപ്പുറത്തേക്ക് ആ കുട്ടിയിൽ നിന്നുണ്ടാകുന്ന ഔട്ട്കമാണ് എന്ത്? സ്വാലിഹ്. അതാണ് മുൻനിർത്തുന്നത്. എനിക്ക് സ്വാലിഹ് മതി, കുട്ടിയായിട്ട് എനിക്ക് സ്വാലിഹ് മതി. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുട്ടി ഹബിലി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഗിഫ്റ്റായിട്ട് ഔദാര്യമായിട്ട് തരാമോ? നമുക്ക് എപ്പോഴും നമ്മളല്ലേ എൻ്റേത് എന്നും സ്വന്തത്തോട് ചേർത്ത് വെച്ച് തോന്നുമ്പോഴാണ് അതിനെ വിട്ടുകൊടുക്കാനും ചിലവഴിക്കാനും പ്രയാസം. പക്ഷേ ഇവിടെ ഇബ്രാഹിം നബി സ്വലം ചോദിക്കുന്നുണ്ടോ, എനിക്ക് ഗിഫ്റ്റായിട്ട് ഔദാര്യമായിട്ടാണ് തരേണ്ടത്. ഇങ്ങോട്ട് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒന്നിനെ അങ്ങോട്ട് ചിലവഴിക്കാനും നമുക്ക് എന്തില്ല, മടിയില്ല. റബ്ബി ഹബിലി മിന സ്വാലിഹീൻ. അപ്പോൾ തന്നെ പഠിച്ചവൻ അതിന് മറുപടി പറയുന്നുണ്ട്, ഫബശർനാഹു ബി ഗുലാമിൻ ഹലീം. ഇബ്രാഹീമിന് നാം ഒരു ഹലീമായ കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു മറുപടി കൊടുക്കുമ്പം ബി ഗുലാമിൻ ഖവിയിൻ, നല്ല ശക്തിയുള്ള ആരോഗ്യമുള്ള കുട്ടി, അല്ലെ ബി ഗുലാമിൻ ജമീലിൻ, നല്ല സൗന്ദര്യമുള്ള കുട്ടി, ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ബി ഗുലാമിൻ ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിഷ്ണുതയുള്ള, സഹനശക്തിയുള്ള, ഇമോഷണലി കൺട്രോൾഡായ, ഡീപ്പ് പേഷ്യൻസ് ഉള്ള, ഇന്നർ സ്റ്റെബിലിറ്റി ഉള്ള എന്നൊക്കെയാണ് ഹലീം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ശരിക്കും ഇന്നത്തെ കാലത്ത് ഈ ജെൻസി എന്ന് പറയുന്ന ഇന്നത്തെ വിഭാഗത്തിന് ഇല്ലാത്തൊരു സംഭവമാണ് ക്ഷമ എന്നത്. അവർ ചോദിക്കുന്നത് കിട്ടിയില്ല എങ്കിൽ അവരുടെ ഉള്ളിലെ എല്ലാ ഹൈപ്പർ മോഡും പുറത്തു വരും. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്നത്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് പേരൻസ് തന്നെയാണ്. അവർ ചോദിക്കുന്നതെല്ലാം നോ പറയാതെ കൊടുത്തു വളർത്തിയതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഖുർആൻ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തുമ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഹലീമായ കുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലേക്ക് മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് 2 ആയത്തും കൂടെ പറയുമ്പോൾ നമുക്കതിൻ്റെ മറുപടി കിട്ടും. ഫലമ്മ ബലഗ മഅഹു സഅയ. ഖുർആൻ കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം പറയാണ് ആ ഇസ്മായിൽ എന്ന കുട്ടി ഫലമ്മ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം നബിയോടൊപ്പം സഅയ് പ്രയത്നിക്കാൻ റെഡിയായപ്പോൾ, ഒരു പിതാവ് ഒരു കുട്ടിയിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് തന്നോടൊപ്പം സഹായിക്കാൻ, പ്രവർത്തിക്കാൻ, പ്രയത്നിക്കാനുള്ള ടൈം, തന്നോടൊപ്പം ഒരു ഹെൽപ്പബിളായ ടൈം. ഈ സമയമായപ്പോൾ, ഏറ്റവും ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു കൽപ്പന കൊടുത്തു. നമുക്കറിയാം, ചരിത്രം വിശദീകരിക്കുകയല്ല, പക്ഷേ ഖുർആൻ്റെ ആഴങ്ങളിലൂടെ ഒന്ന് പോവുകയാണ്. ആ ഒരു കൽപ്പനയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. യാ ബുനയ്യ എന്നാണ് വിളിക്കുന്നത്. ബുനയ്യ എന്നല്ല പറയുന്നത്, യാ ബുനയ്യ, എൻ്റെ മോനെ, ഇന്നി അറാഫിൽ മനാം, ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറക്കുന്നതായിട്ടാണ് കണ്ടത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇതിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് കമാൻഡ് ചെയ്താൽ മതി. കാരണം അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്, അത് പാലിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല, അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഫന്ദുർ മാതാ തറ, എന്താണ് ഈ വിഷയത്തിൽ നിൻ്റെ അഭിപ്രായം? നീ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ഇസ്മായിൽ നബിയോട് ചോദിച്ചു. അവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി പ്രതികൂലമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ പ്രതികൂലമായൊരു മറുപടിയാണ് ഇസ്മായിൽ നബിയുടെ വരുന്നതെങ്കിലോ. ഇവിടെയാണ് നമ്മുടെ പല പാരൻറ്റിങ്ങും പിതാവും മാതാവും ലക്ഷ്യം വയ്ക്കുന്ന ഗോൾ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾ ബഹുദൂരം ബാക്കിലായിരിക്കും, അവർ വേറെ റൂട്ടിലായിരിക്കും ചിന്തിക്കുന്നത്. അത് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ഇസ്മായിൽ നബി സ്വലാം പറയുന്നതാണ്, യാ അബത്ത്, ഓ പിതാവേ, ഇഫ് അൽ മാ തുഅ്മർ, എന്താണോ അങ്ങയോട് അള്ളാഹു കൽപ്പിച്ചത്
അതുപോലെ ചെയ്തോളൂ, എന്നെ അറുത്തോളൂ എന്ന് പോലും അല്ല പറയുന്നത്. അങ്ങയോട് എന്താണോ പടച്ചവൻ കൽപ്പിച്ചത് അതുപോലെ താങ്കൾ പ്രവർത്തിച്ചോളൂ. അതിനുശേഷം പറയുകയാണ് തജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അതായത് എൻ്റെ സ്വന്തം ക്ഷമ, ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ ക്ഷമ പോലും ഇസ്മായിൽ നബിയുടെ അല്ല, അതും അള്ളാഹുവിനോട് ചേർത്ത് പറയുകയാണ്. അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നാളെ നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാം പിതാവേ എന്ന് ഇസ്മായിൽ നബി ഇസ്ലാം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ആഗ്രഹം, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള അള്ളാഹുവിനോട് ത്യജിക്കാനുള്ള ആഗ്രഹം, അവിടെ തൻ്റെ മകനെ വെച്ചാണ് ഇബ്രാഹിം നബി ഇസ്ലാം പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തിക്കുമ്പോൾ തൻ്റെ മകൻ എന്താണ്? സപ്പോർട്ടീവാണ്. പിതാവിൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കുവാൻ വേണ്ടി സപ്പോർട്ടീവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ കുട്ടിയെ ഹാഫിളാക്കണം, ആലിമാക്കണം. നമ്മൾ ദറസിൽ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്നു. ഞാൻ അതിനുവേണ്ടി എത്ര ക്യാഷ് മുടക്കാനും തയ്യാറാണ്. കോളേജ് പഠിപ്പിക്കാനുണ്ട്, ഉസ്താദന്മാരുണ്ട്. പക്ഷേ കുട്ടി തയ്യാറല്ല. കുട്ടി ഒരിക്കലും അവിടെ നിൽക്കുന്നില്ല. നോക്കിയാൽ അതാണ് തൗഫീഖ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ആ കൃത്യമായി ഇബ്രാഹിം നബി കൊണ്ടുവന്നത് ആ ഹലീം എന്ന് പറയുന്ന ആ ആദ്യം പറഞ്ഞ ആ വേർഡ്, ഞാൻ തയ്യാറാണ് വാപ്പി. അൽഹംദുലില്ലാ, നമ്മുടെ മക്കളെ കൊണ്ട് ദീനിയായ വിഷയം പഠിപ്പിക്കാനാണെങ്കിലും, അല്ലെങ്കിൽ നല്ലൊരു ഏരിയയിൽ കൊണ്ട്, അല്ലെങ്കിൽ ഒരു മകൾക്കൊരു വിവാഹമാണെങ്കിൽ പോലും നല്ലതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവൾ രണ്ട് കൈ നീട്ടി ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് എത്രയോ അനുഗ്രഹമാണ്, എത്രയോ തൗഫീഖാണ്. അവിടെ പേരൻസിനെ അനുസരിക്കാതെ തെറ്റായ ഒരു വഴി സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു, എന്താണ് പറയുക, ക്ഷമയില്ലാത്ത, ഒരു ഇന്നർ സ്റ്റെബിലിറ്റി ഇല്ലാത്ത, ഇമോഷൻ കൺട്രോൾ ഇല്ലാത്ത മക്കളാണ് വളർന്നു വരുന്നതെങ്കിൽ, അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല രീതിയിലുള്ള പാരൻറ്റിങ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ചെയ്യാൻ. ഇവിടെ ഇത്രയും അനുകൂലമായപ്പോൾ അടുത്ത ഒരു തടസ്സം എന്ന് പറയുന്നത്, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഇസ്ലാം കൊണ്ട് മിനയിലേക്ക് ഇങ്ങനെ അറക്കുവാൻ വേണ്ടി പോവുക. ഈ പോകുന്ന വഴിക്ക് ഇബിലീസ് വരുന്നുണ്ട്. ഈ ഇബിലീസ് മനുഷ്യരൂപത്തിലും വന്നു എന്നും അതല്ലാത്ത രൂപത്തിലും വന്നു എന്നൊക്കെ ഹദീസുകളിൽ പറയപ്പെടുന്നുണ്ട്, ചരിത്രങ്ങളിലൊക്കെയാണ് പറയപ്പെടുന്നത്. ഖുർആനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായ ചർച്ചയൊന്നും വന്നിട്ടില്ല. എന്താണെങ്കിലും ആ ഇബിലീസിനെ കല്ലെറിഞ്ഞിട്ടുണ്ട്. ആ കല്ലെറിഞ്ഞാൽ നമ്മൾ ജംറയിൽ കല്ലെറിയുക എന്ന് പറയുന്നത്, ജംറത്തിൽ അഖബ, ഉസ്ത, സൂറ എന്ന് പറയുന്ന 3 രൂപത്തിൽ ഇസ്മായിൽ നബീനെയും ഹാജറ ബീവിയൊക്കെ ഇബിലീസ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി, എന്താണ്, അറക്കലിൽ നിന്നും ബായ്ക്കോട്ടടിക്കാൻ എന്നൊക്കെ പറയപ്പെടുന്നു. എന്താണെങ്കിലും ഇവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചു. ഇനി ഇതിന് ശേഷം ഈ തൗഹീദ് പൂർണ്ണമാകുന്നൊരു സമയമാണ്. കണ്ടോ, ഇവിടെ ഫലം അസുലമ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ചു. എന്തിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? അവർ രണ്ടും മുസ്ലിം ആയപ്പോൾ. ഓൾറെഡി മുസ്ലിം ആയതുകൊണ്ടും അള്ളാഹുവിനെയൊക്കെ അംഗീകരിക്കുന്നതുകൊണ്ടുമാണല്ലോ ഇവർ ഈ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അല്ല, മുസ്ലിം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ക്ലാസ്സിലേക്ക് ജയിച്ച് കയറുന്ന ഒരു തസ്തികയല്ല. അതൊരു ചലനാത്മകമായ പ്രവർത്തനമാണ്. വല തമൂത്തുന്ന ഇല്ല വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നിമിഷവും മുസ്ലിം ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന് കീഴടങ്ങുന്ന ഓരോ നിമിഷവും നമ്മൾ മുസ്ലിമിൻ്റെ, നമ്മുടെ ഇസ്ലാമിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫലമ്മ അസുലമ എന്ന് അള്ളാഹു പറയുമ്പോൾ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമെ അറക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറായ നിമിഷം, അതിനെ ഒരു എതിർപ്പും കൂടാതെ അംഗീകരിക്കാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം തയ്യാറായ നിമിഷം രണ്ടുപേരും മുസ്ലിമായി എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഫലമ്മ അസ്ലമ, രണ്ടുപേരും ഈ സമർപ്പണത്തിന് തയ്യാറായപ്പോൾ, വതല്ലഹു ലിൽ ജബീൻ എന്ന പോലെ വല്ലാത്തൊരു പ്രയോഗം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കുന്ന ആ രംഗം ഒരു വിഷ്വലൈസേഷൻ തരുന്ന ഒരു വേർഡാണത്. സ്വന്തം കുഞ്ഞിനെ ഈ ഒരു സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം കത്തി വെച്ച് കഴുത്തിൽ വെച്ച് അറക്കുമ്പോൾ ആ മുഖത്തെ അവസാന സമയത്ത് ആ വേദന എടുക്കുമ്പോൾ വരുന്ന ഒരു എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അത് കണ്ട ഒരു പിതാവിന് സഹിക്കൂല. അപ്പോൾ ഈ ഒരു മുഖഷേപ്പ് കുഞ്ഞിൻ്റെ മാറുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന ത്യാഗത്തിൽ നിന്നും പിന്മാറുമോ എന്ന് ഭയന്നുകൊണ്ട് വതല്ലഹു, കമഴ്ത്തിക്കിടത്തി. എത്രയോ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അത് കമഴ്ത്തിക്കിടത്തി മണ്ണിൽ. അങ്ങനെ കമഴ്ത്തിക്കിടത്തിയിട്ട് കത്തി കഴുത്തിനടിയിൽ വെച്ച് വലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ മുഖം ഒരിക്കലും ഇബ്രാഹിം നബി കാണുന്നില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ആകാശത്ത് നിന്ന് മലക്കുകളും അള്ളാഹുവൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന, ലോകം മുഴുവനും നോക്കി നിൽക്കുന്ന ഒരു വലിയൊരു കാഴ്ചയാണ് സംഭവം. ഈ ഒരു സമയത്ത് ഇബ്രാഹിം നബി ഇസ്ലാം
ഇങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ വനാദൈനാഹു യാ ഇബ്രാഹിം, അപ്പോൾ തന്നെ വിളിച്ചു, ഓ ഇബ്രാഹിമേ നിർത്ത്. അള്ളാഹ് വിളിച്ചു, വേണ്ട, അത് സദഖ്ത റുയ, നീ നിൻ്റെ സ്വപ്നം പൂർത്തീകരിച്ചു. കണ്ടോ, നീ നിൻ്റെ അറുക്കൽ എന്നൊന്നുമല്ല പറഞ്ഞത്. അള്ളാഹുവിന് ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ബ്ലഡൊന്നും അല്ല വേണ്ടത്. ആ സമർപ്പിക്കാനുള്ള ആ മാനസികാവസ്ഥ, ആ സറണ്ടറായ കൽബാണ് വേണ്ടത്. അത് സദഖ്ത റുയ, നീ നിൻ്റെ സ്വപ്നം പൂർത്തീകരിച്ചു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും ഞാൻ മുഹ്സിനീങ്ങളായ ആളുകൾക്ക് സമ്മാനം നൽകും എന്നാണ് പറഞ്ഞത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇതൊരു വലിയ പരീക്ഷണമായിരുന്നു, ഒരു വലിയൊരു പരീക്ഷണമായിരുന്നു. ഈ പരീക്ഷണത്തിൽ ഇബ്രാഹിം ജയിച്ചിട്ടുണ്ട്. വഫദൈനാഹു ബി ദിബ്ഹിൻ അദീം, ഒരു വലിയ ആടിനെ, ഒരു അലീം എന്നാണ് ആ ആടിനെ അവിടെ പ്രയോഗിച്ചത്. ഒരു മഹത്തായ ഒരു ഫിദിയ, ഒരു അറുക്കുവാനുള്ളൊരു സംഗതി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തു. അതൊരു ആടാണെന്ന് പറയപ്പെടുന്നു. അതിനെ ആടായിട്ട് മനസ്സിലാക്കാതെ ലോകം മുഴുവനും ശ്രദ്ധിച്ച ഒരു മഹാസംഭവമായിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ ഈ ഒരു സംഭവത്തെ നാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഈ ബി സിയിലുണ്ടായ ഈ 4000 മുമ്പുള്ള ഈ സംഭവം, കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഈ സംഭവം ഇന്ന് കേട്ടപ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം ആർദ്രത പൂണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ സ്മരണയാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതിനെയും പടച്ചവന് വേണ്ടി ഞാൻ കൊടുക്കാം, പടച്ചവനാണ് എനിക്ക് ഏറ്റവും വലുത്, അതാണ് തൗഹീദ്, അതാണ് അള്ളാഹു വലിയവൻ, അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കാണിച്ചു തരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആദ്യം പറഞ്ഞ മുജ്രിമീങ്ങൾ നാളെ പോയിട്ട് ജീവിതത്തിൽ മുഴുവനും കെട്ടിപ്പൂട്ടി വെച്ചിട്ട് നാളെ പോയിട്ട് ഇതെല്ലാം എടുത്തോളൂ, എന്നെ വെറുതെ വിടാവോ എന്ന് ചോദിക്കുന്ന 2 അവസ്ഥ. ഈ 2 അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, ഇത് ദുൽഖഅദ് മാസമാണ്, ഉളുഹിയ്യത്തിൻ്റെ മാസമാണ്. ഇവിടെ നമ്മളോട് അള്ളാഹു ആവശ്യപ്പെട്ടെന്താണ്? മകനെ കൊടുക്കാൻ ആവശ്യപ്പെട്ടില്ല. നമ്മളോട് ആവശ്യപ്പെട്ട എന്താണ്? ഒരു ആടിനെ നിനക്ക് കൊടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. നിൻ്റെ ഈമാൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നിനക്ക് ആടിനെ കൊടുക്കാനുള്ള ശേഷിയില്ലെങ്കിൽ ഒരു പോത്തിനെയോ അറക്കുമ്പോൾ ഒരു 7-1 നീ ഷെയർ കൂടിയാൽ മതി. നിന്നെക്കൊണ്ട് സാധിക്കുമോ? എത്രയോ ആളുകൾ സാധിക്കാതെ ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടും പിന്നോക്കം നിൽക്കുന്നവരുണ്ട്. നിങ്ങളെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് വേണം എന്ത് ചെയ്യണേ, ഇതിലേക്ക് വലിച്ചഴയ്ക്കാൻ. എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഹൃദയവും അള്ളാഹുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പഠിച്ച ഒരു ഹൃദയവും അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കേട്ടിട്ട് ഉദ്ഹിയ എന്ന ഇബാദത്തിനിടയിൽ കിടന്ന് ഈ നെട്ടോട്ടം തിരിയുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. എൻ്റേത് എന്ന ബോധത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അമാനത്ത്, അതാണല്ലോ ആ ട്രസ്റ്റാണല്ലോ നമ്മുടെ ഇരിക്കുന്നത്, ആ സമ്പത്തെന്ന് പറയുന്നത്, അത് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാവണം നമ്മൾ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹു നൽകിയതിനെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അപ്പോൾ നമ്മളാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ മില്ലത്തിലേക്ക്, പാതയിലേക്ക് ശരിയായി പ്രവേശിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ഉളുഹിയ്യത്ത് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും നമുക്ക് തടസ്സം ഉണ്ടാവുന്നു എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഓരോ ഉളുഹിയയും, ശ്രദ്ധിക്കണേ ഈ വാക്കുകൾ, ഓരോ ഉളുഹിയയും നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അള്ളാഹു നിനക്ക് നൽകിയതിൽ നിന്നും നീ അള്ളാഹുവിന് വേണ്ടി എന്താണ് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളത്? ഇവിടെ നിൻ്റെ മൈൻഡിലേക്ക് നീ ആദ്യം പറഞ്ഞ പ്രകാശത്തിൽ കുളിച്ച് നിൽക്കുന്ന ബൈറുഹ എന്ന തോട്ടം അള്ളാഹുവിന് വേണ്ടി കൊടുത്ത് നിൽക്കുന്ന, തിളങ്ങുന്ന ഒരു മുഖവുമായി നിൽക്കുന്ന അബൂ തൽഹ റളിയല്ലാഹുവിൻ്റെ മൈൻഡിലേക്കൊന്ന് കൊണ്ടുവന്ന്. റൂമ കിണർ മുസ്ലിമീങ്ങൾക്ക് വിട്ടുകൊടുത്ത, ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് വിട്ടുകൊടുത്ത് ത്യാഗം ചെയ്ത ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിളങ്ങുന്ന മുഖവുമായി നിൽക്കുന്ന നീ ആ പിക്ചറൊന്ന് കൊണ്ടുവന്നേ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ കുഞ്ഞിനെ അള്ളാഹുവിന് വേണ്ടി അറുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം നിൻ്റെ മൈൻഡിലേക്കൊന്ന് കൊണ്ടുവന്നേ. ഇനി ഉളുഹിയ്യ കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ബാക്കോട്ട് നിൽക്കുന്ന, ചെളി പിടിച്ച, കരി പിടിച്ച, ഇരുണ്ട മുഖവുമായി മാറി നിൽക്കുന്ന നിന്നെയും നീ ഒന്ന് ചേർത്ത് നോക്കിക്കേ.
എത്രയോ ഗ്യാപ്പുകളാണ് അവരും നമ്മളും തമ്മിൽ. മനസ്സിൽ വിഷ്വൽ വരട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അള്ളാഹ് വരുന്ന ഉളുഹിയയ്ക്ക് ഒരുപക്ഷെ നമ്മൾ ഉണ്ടാവണമെന്നില്ല. ഈ ഉളുഹിയയിൽ അവസരം ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ, ഇത്രയും വലിയ ത്യാഗങ്ങൾ അവർ സഹിക്കുമ്പോൾ എനിക്കത് പ്രശ്നമല്ല, അള്ളാഹുവിനോട് കൊടുക്കാൻ തയ്യാറാണ്, ചെയ്യിൻ. ഇനി അതല്ല, ഒരു ഷെയർ കൂടാനാണോ, ചെയ്യിൻ. ഇൻഷാ അള്ളാഹ് പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് നൽകാൻ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.